അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം അസാധുവാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച. നിസ്കാരത്തെ അസാധുവാക്കുന്ന കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് തികഞ്ഞ അച്ചടക്കത്തോടു കൂടിയായിരിക്കണം. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടും വിനയത്തോടും കൂടി നിൽക്കുക എന്ന് ഖുർആൻ കൽപ്പിച്ചതിൻ്റെ സാരം അതാണ്. അപ്പോൾ അച്ചടക്കത്തിന് വിരുദ്ധമായി യാതൊന്നും അവിടെ വെച്ച് ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിസ്കാരം ദുർബലപ്പെടും. നിസ്കാരവുമായി ബന്ധമില്ലാത്ത അർത്ഥമില്ലാത്ത ഒന്നിലധികം അക്ഷരങ്ങളോ അർത്ഥമുള്ള ഒരക്ഷരം പോലുമോ ഉച്ചരിക്കുന്നത് കൊണ്ട് നിസ്കാരം ദുർബലപ്പെടും. രണ്ടക്ഷരം വ്യക്തമാക്കുന്ന രൂപത്തിൽ ഒച്ചയനക്കുക, ചിരിക്കുക, കരയുക, ഊതുക, കോട്ടുവായിടുക, ചുമക്കുക മുതലായവ കൊണ്ട് നിസ്കാരം ദുർബലപ്പെടും. പക്ഷേ തടയാനാവാത്ത വിധം നിർബന്ധിതനായി ചുമക്കുകയോ മറ്റോ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇപ്രകാരം തന്നെ ഒച്ചയനക്കാതെ ഫാത്തിഹയോ അത്തഹിയാത്ത് പോലെയുള്ള നിർബന്ധ ദിക്റുകളോ ഉച്ചരിക്കൽ അസാധുവാകുമ്പോൾ ഒച്ചയനക്കുന്നത് കൊണ്ട് വിരോധമില്ല. മറന്നുകൊണ്ട് അല്പം സംസാരിക്കുന്നതിനും വിരോധമില്ല. നിസ്കാരത്തിൽ പെടാത്ത തുടർച്ചയായ 3 അനക്കം കൊണ്ടും നിസ്കാരം അസാധുവാകും. അപ്പോൾ 3 കാലടികൾ എടുത്തു വെക്കുകയോ തല 3 പ്രാവശ്യം അനക്കുകയോ മുൻകൈ 3 പ്രാവശ്യം അനക്കുകയോ ചെയ്താൽ ബാത്തിലാകും. നിസ്കാരത്തിൽ പെട്ടതും പെടാത്തതും കൂടിയായ 3 അനക്കം കൊണ്ടും നിസ്കാരം ബാത്തിലാകുമെന്നാണ് അധിക പണ്ഡിതന്മാരും അഭിപ്രായം. ഉദാഹരണമായി റുകൂഇൽ നിന്നുയരുമ്പോൾ കൈകൾ ചുമലിൻ്റെ നേരെ ഉയർത്തുന്നതിൻ്റെ കൂടെ വീണ്ടും അനക്കുക. എന്നാൽ പൂർണ്ണ അംഗമല്ലാത്ത വിരലുകളോ മറ്റോ അനക്കുന്നതിന് വിരോധമില്ലെങ്കിലും ആവശ്യം കൂടാതെ ചെയ്യാൻ പാടില്ല. രോഗത്തിലോ മറ്റോ നിർബന്ധിതനായാണ് അനങ്ങുന്നതെങ്കിലും വിരോധമില്ല. ഒറ്റപ്പെട്ട അനക്കം കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടും വിരോധമില്ല. എന്നാൽ ദേഹം മുഴുവനും അനങ്ങുന്ന വിധം 1 പ്രാവശ്യം ചാടിയാലും നിസ്കാരം അസാധുവാകും. നിസ്കാരത്തിലെ കർമ്മപരമായ ഫർദിനെ മനഃപൂർവ്വം വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും നിസ്കാരം അസാധുവാകും. ഉദാഹരണമായി 2 റുകൂഅ് ചെയ്താൽ നിസ്കാരം അസാധുവാകും. ഇതനുസരിച്ച് അത്തഹിയാത്തിനോ മറ്റോ ഇരിക്കുമ്പോൾ കാൽമുട്ടുകളുടെ മുന്നിലുള്ള സ്ഥലത്തോട് നെറ്റി നേരിടുന്ന വിധം കുനിഞ്ഞാൽ നിസ്കാരം അസാധുവാകും. കാരണം അത് ഇരിക്കുന്നവൻ്റെ റുകൂഅ് ആയി കണക്കാക്കപ്പെടും. അത്തഹിയാത്തിലും മറ്റും ഇരുത്തം ശരിപ്പെടുത്തുവാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഓർക്കുക. ഇവിധം നെറ്റി നേരിടാത്ത രൂപത്തിൽ മാത്രമേ ഇരുത്തം ശരിപ്പെടുത്താവൂ. തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയൊഴികെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ഫർദ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നിസ്കാരം അസാധുവാകുന്നതല്ല. അപ്പോൾ നിൽപ്പില്ലാത്ത ഏതെങ്കിലും ഫർദിനെ ഫാത്തിഹ ഓതുകയോ നിൽപ്പിൽ തന്നെ 2 പ്രാവശ്യം ഫാത്തിഹ ഓതുകയോ റുകൂഇൽ അത്തഹിയാത്ത് ഓതുകയോ മറ്റു ചെയ്തതുകൊണ്ട് നിസ്കാരം അസാധുവാകുകയില്ല. എന്നാൽ സഹ്വിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇനി ഇത് സംബന്ധമായി ധാരാളം വിശദീകരിക്കാനുണ്ട്. ഓരോന്ന് പഠിക്കാൻ അല്ലാഹു അനുസരിച്ച് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വഹിയാകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.